ഈ മാന്തോട്ടത്തിൽ ചെന്നപ്പോൾ 4 ചുറ്റും മതിലാണ്. അവിടെ ഈ കമ്പിവേലിയാണ്. കമ്പിവേലിയുടെ ചുറ്റും ഒരു 10-30ഓളം നായ്ക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങള് പിന്തുടർന്നോടി എന്നുള്ള ലെവലിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചത്. പരിഹസിച്ച് ഒരുപാട് പരിഹസിച്ചു. കടി കൊണ്ടാലും വേണ്ടിയില്ല, അതിനകത്ത് കയറുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. എസ്.ഐ. ഷാനവാസിന്റെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു കമ്പ്യൂട്ടറിലുള്ള നോളജ് കംപ്ലീറ്റ് നല്ലോണം യൂസ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെയാണ് നമുക്കൊരു ലീഡ് പിടികൂടുന്ന ഒരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ സാഹസികമായിട്ടാണ് പിടികൂടിയതല്ലേ? അതെ. പോലീസിന് ആകെ ഒരു നാണക്കേടുണ്ടായ ഒരു സംഭവമായിരുന്നു. അതെ. ഇപ്പൊ കയ്യടി നേടുകയാണ് പോലീസ്. അതെ, പോലീസിന്റെ വാഹനം അദ്ദേഹത്തിന്റെ മഹീന്ദ്ര ജീപ്പ് ഉപയോഗിച്ച് അതിശക്തമായി ഇടിച്ചു തെറിപ്പിക്കുകയും അതിനുശേഷം 1-2 പ്രാവശ്യം അത് ആവർത്തിക്കുകയും ചെയ്തു. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അതെ. അതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ആദ്യത്തെ ഒരു ഭയാനകമായ ഇടിയാണ്. അത് പലപ്പോഴും ചാനലുകളിലൊന്നും വന്നില്ല. ആ ഇടിയിൽ വണ്ടി മൊത്തത്തിൽ താഴോട്ട് ഏകദേശം ഒരു 10 മീറ്ററോളം താഴോട്ട് പതിക്കുകയാണ്. അദ്ദേഹം ഫോണ് തീർത്തും ഉപേക്ഷിച്ച രീതിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു ലീഡ് നമുക്ക് ലഭിക്കുന്നത്. വാഹനം എറണാകുളം ജില്ലയിൽ ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊരു വിവരം കിട്ടി. അവിടെ നിന്നുള്ള അന്വേഷണത്തിലും മണി ട്രാൻസാക്ഷൻ്റെ ഒരു ലീഡ് കിട്ടുകയും മാന്തോട്ടമാണ്, തെങ്കാശിയിലുള്ള ഒരു മാന്തോട്ടമാണ് വീട്ടിൽ ഇദ്ദേഹം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ഇദ്ദേഹത്തിൽ നിന്നുള്ള വിവരം ലഭിക്കുകയും അവിടെ ചെന്ന് വളരെ സാഹസികമായി കീഴ്പ്പെടുത്തുകയാണ്. പറ്റിപ്പോയ തെറ്റിൽ കുറ്റബോധമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എസ്.ഐ. ഷാനവാസാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. പിന്നെ CPM-മാരായ ബോബിനും വിഷ്ണുവും, ജൂനിയർ ASI ഫീനുമാണ്.